ഫതുഹുൽ മുബീന്റെ 48ാമത്തെ സൂറത്ത്, 5ാമത്തെ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ലാസ്റ്റ് ഭാഗം. വഖദ് കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു ഫീ ഖുതുബതിഹി, ഹബീബായ നബി തങ്ങൾ അവിടുത്തെ പ്രസംഗത്തിൽ പറയുമായിരുന്നു, നിശ്ചയം ഖൈറുൽ ഹദീസ് കിതാബുല്ലാഹി വ ഖൈറുൽ ഹുദാ ഹുദാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വ ശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ വ കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വ കുല്ലു ബിദ്അത്തിൻ ളലാലത്തുൻ. റവാഹു മുസ്ലിം. ഈ ഹദീസ് മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടാണ് ഈ ഹദീസിന്റെ നിവേദനം. ഈ ഹദീസിന്റെ സാരം ഇങ്ങനെ ഗ്രഹിക്കാം: ഹദീസുകളിൽ ഗുണകരമായത് ഏതാണ്? അള്ളാഹുവിന്റെ കിതാബാണ്. സന്മാർഗങ്ങളിൽ ഗുണകരമായത് മുഹമ്മദ് നബി തങ്ങളുടെ ഹിദായത്താണ്. അപ്പോ നമുക്ക് വർത്തമാനം ഏത് പരിശോധിച്ചാലും ഏറ്റവും നമുക്ക് പറയാൻ പറ്റുന്ന ഗുണകരമായത് അള്ളാഹുവിന്റെ കിതാബ്. അതിലെല്ലാം ഉണ്ടല്ലോ കഴിഞ്ഞു പോയ കാല ചരിത്രങ്ങളും വരാനിരിക്കുന്ന കഥകളും വർത്തമാന കഥകളും നരകസ്വർഗ വിശ്വാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അദൃശ്യമായതും ദൃശ്യമായതും ശാസ്ത്രവശമുള്ളതും ഏത് നിലയിലും അല്ലാഹു തആലാനെ കണ്ടെത്താൻ പറ്റുന്ന ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതെല്ലാം അതിൽ ചർച്ചാ വിഷയമുണ്ട്. അതാണ് ഏറ്റവും ഗുണകരമായത് കിതാബാണ്. സന്മാർഗത്തിന് റൂട്ടുകൾ പലതുമുണ്ടെങ്കിലും ഹബീബാ നബി തങ്ങൾ നൽകിയ സന്മാർഗ റൂട്ട് അതാണ് ഗുണകരമായിരിക്കുന്ന റൂട്ട്. ശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങൾ നാശമായ കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ശർഉം ഇസ്ലാമും ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസൊന്നും അംഗീകരിക്കാത്ത, തെളിവുകൾ ഇല്ലാത്ത കുറെ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ് മോശമായത്. വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, ഏതെല്ലാം പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ടോ അതൊക്കെ ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും പിഴച്ചതുമാണ്. ഇസ്ലാം അംഗീകരിക്കാത്തതൊക്കെ ബിദ്അത്താണ്, ബിദ്അത്തൊക്കെ പിഴച്ചതുമാണ്. ഇത് മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ജാദൽ ബൈഹഖിയോ, ഇതിനേക്കാൾ കൂടുതലായിട്ട് ബൈഹഖി ഇമാം കൂടുതലാക്കി പറയുന്നു, വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ പിഴവുകളും നരകത്തിലേക്കുള്ളതാണ്. അപ്പൊ ചുരുക്കത്തിൽ ദീനിൽ തെളിവില്ലാത്തൊന്നും പറ്റില്ല. അത് മുഴുവനും പുതിയതാണ്, പുതിയതൊക്കെ ബിദ്അത്താണ്, ബിദ്അത്തൊക്കെ പിഴച്ചതാണ്, പിഴച്ചതൊക്കെ നരകത്തുക്കുവാണ് എന്ന് ഈ ഹദീസ്. വഫിൽ ഹദീസ് സ്വഹീഹ്, ഇനി സ്വഹീഹായ ഹദീസിൽ കാണാം: അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ അള്ളു അലൈക ബിൻ നവാജിദി വ ഇയ്യാകും വൽ മുഹ്ദസാത്തി ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ എന്ന് കാണാം. എന്റെ ചര്യ കൊണ്ടും എന്നെ പ്രതിനിധീകരിച്ചു കൊണ്ടുവന്ന ഹിദായത്ത് ലഭിച്ച സന്മാർഗികളായ 4 ഖലീഫമാരുണ്ട്. അവരുടെ ചര്യകളും നിങ്ങൾ മുറുകെ പിടിക്കുക. ആ ചര്യകൾക്ക് മേൽ നിങ്ങൾ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുക. എന്തു തന്നെ സംഭവിച്ചാലും എന്തു തന്നെ വന്നാലും നിങ്ങൾ സുന്നത്തിനെ വിടരുത്, മുറുകെ പിടിച്ചോളൂ. നിങ്ങളെയും ദീനിൽ തെളിവില്ലാത്ത പുതുതായി ഉണ്ടാക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എല്ലാ പുതിയതും ബിദ്അത്ത് തന്നെയാണ്. അപ്പോ ബിദ്അത്തെല്ലാം ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് ഹദീസ്. വറവ ദാരിമിയോ, ഇമാം ദാരിമി റിപ്പോർട്ട് ചെയ്യുന്നു, അന്നബിന മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അൻകറ അലാ ജമാഅത്തിൻ ഇജ്തമഉ ഫിൽ മസ്ജിദി യഉദ്ദൂനൽ അദ്കാറ ബിൽ ഹസാ, പള്ളിയിൽ ഇരുന്ന് കുറച്ച് ആളുകൾ പള്ളി സമ്മേളിച്ചു. എന്താണ് അവരുടെ പണി? അവർ ദിക്റുകളൊക്കെ കല്ലുകൾ വെച്ചുകൊണ്ട് ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തുകയാണ്. ദിക്റ് ചെല്ലുന്നു, ഓരോ കല്ല് നീക്കി വെക്കുന്നു. ഇങ്ങനെ കല്ലുകൾ കൊണ്ട് ദിക്റുകളെ എണ്ണി തിട്ടപ്പെടുത്തുന്ന രീതിയിൽ ഒരു പറ്റം ആളുകൾ പള്ളിയിൽ ഒരുമിച്ച് കൂടി ചെയ്യുന്ന രംഗം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോ അവരുടെ മേലിൽ നിഷേധിച്ചു, ഇതെന്ത് പണിയാണ് എന്ന്. അവരിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ ചൂണ്ടി പറഞ്ഞു,
ഇവരുടെ തെറ്റുകൾ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന്. മാത്രമല്ല അന്നഹും മുഫ്തത്തിഹു ബാബി വലാലത്തിൽ, ഇവരാണെങ്കിലോ വലാലത്ത് വഴിതെറ്റിപ്പോകുന്ന പിഴച്ചതായിരിക്കുന്ന കവാടം, ആ പിഴവിന്റെ കവാടത്തെ തുറക്കുന്നവരുമാണ് എന്നും ചൂണ്ടിക്കൊണ്ടാണ് മഹാനവറുകൾ പറഞ്ഞത്. ഇവിടെ കല്ലുകൾ നീക്കിവെച്ച് ദിക്റുകളെ എണ്ണി തിട്ടപ്പെടുത്തുന്നതിന് ബിദ്അത്തായിട്ടും സയ്യിഅത്തായിട്ടും ഇബ്നു മസ്ഊദ് തങ്ങൾ കണ്ടു. അപ്പൊ ഇത് ബിദ്അത്താണല്ലോ, ഇത് തെറ്റാണല്ലോ എന്നല്ലേ മനസ്സിലാക്കുക. എങ്കിൽ ഈ ഹദീസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കല്ലുകൾ നീക്കി വെച്ചുകൊണ്ടൊരു പ്രത്യേക രീതിയിലുള്ള എണ്ണലാണ്. ഈ പ്രത്യേക രീതിയിലുള്ള സംഗതിയുടെ മേലിലാണ് ഇബ്നു മസ്ഊദ് തങ്ങൾ എന്ത് ചെയ്തത്? ഇവരെ ഇൻകാർ ചെയ്തത്, വെറുത്തത്. ആ ഒരു വെറുപ്പ് അങ്ങനെയാണ് ചുമത്തേണ്ടത്. ഇല്ല, ഒരു പ്രത്യേകമായിരിക്കുന്ന രൂപത്തിന്റെ മേലിൽ ഇത് ചുമത്തിയിട്ടില്ല എങ്കിൽ അപകടം വരും. എന്താ കാരണം? ഉമ്മഹാത്തുൽ മുഅ്മിനീൻപ്പെട്ട ചില മഹദിമാരെ തൊട്ട് അടിസ്ഥാനപരമായി തന്നെ ഒരു തസ്ബീഹ്മാല വെച്ച് എണ്ണുന്ന രീതി ഹദീസിൽ വന്നിട്ടുണ്ട്. വഅഖറഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ദാലിക. ഉമ്മഹാത്തുൽ മുഅ്മിനീൻപ്പെട്ട ഒരു മഹദി അങ്ങനെ കാരക്കുരി വെച്ച് എണ്ണിയ ചരിത്രവുമുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ചതുമാണ്. അപ്പൊ പിന്നെ ഈ ഇൻകാർ അർത്ഥമല്ലല്ലോ. അപ്പൊ ഈ ഇൻകാർ ഇതേ രൂപത്തിലുള്ളതായിരിക്കുന്ന കല്ലുകൾ വെച്ചുകൊണ്ടുള്ള രീതി, അങ്ങനെ എണ്ണി തിട്ടപ്പെടുന്ന ഒരു കാര്യത്തിന്റെ മേലാണ് ഇബ്നു മസ്ഊദ് തങ്ങളുടെ ഇൻകാർ. പൊതുവെ അല്ല. ആയിരുന്നുവെങ്കിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീൻപ്പെട്ട ചില ആളുകളെ കാരക്കുരുകൾ നീക്കിവെച്ച് ദിക്റുകളെ എണ്ണി തിട്ടപ്പെടുത്തിയിരുന്നു. അത് നബി തങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ഇൻകാറിനെ ഇങ്ങനെ ചുമത്തുക എന്ന് വെക്കാം. وأخرج البيهقي عن ابن عباس رضي الله عنهما قال إن أبغض الأمور إلى الله تعالى البدع وإن من البدع الاعتكاف في المساجد التي بالدبر. ബൈഹഖി ഇമാം റിപ്പോർട്ട് ചെയ്യുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിലേക്ക് കാര്യങ്ങൾ ഏറ്റവും കോപമുള്ളത് പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പുതിയ കാര്യങ്ങളിൽ പെട്ടതാണ്, ഇസ്ലാമിൽ തെളിവില്ലാത്തതിൽ പെട്ടതാണ് വീടുകളിലുള്ളതായിരിക്കുന്ന പള്ളികളിൽ ഇഅ്തികാഫിരിക്കൽ. വീടുണ്ടാക്കും, ആ വീട്ടിൽ നിസ്കരിക്കാൻ പറ്റുന്ന കേന്ദ്രമുണ്ടാക്കും, ആ കേന്ദ്രങ്ങളിൽ ഇഅ്തികാഫിരിക്കുക എന്നത് ബിദ്അത്തിൽ പെട്ടതാണ്. ഇഅ്തികാഫ് എന്ന് പറയുന്നത് പുണ്യമായ ഇബാദത്താണ്, അത് ഇസ്ലാം അംഗീകരിച്ച ഇബാദത്താണ്. പക്ഷേ എല്ലാ പള്ളികളിലും എന്താകാൻ പറ്റില്ല, ഇഅ്തികാഫിരിക്കാൻ പറ്റില്ല, ബിദ്അത്താണ്. അപ്പൊ ഇബാദത്താവട്ടെ എന്താവട്ടെ ബിദ്അത്ത് പാടില്ല. എന്നാൽ ഈ പറഞ്ഞതിനെ നമുക്ക് എവിടെ ചുമത്തണമോ? എംബഴി അല്ലുഹു. ബൈഹഖീം തങ്ങൾ ഈ പറഞ്ഞ കൊണ്ടുവന്ന റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ ചുമത്തൽ അത്യാവശ്യമാണ്. അൽ മുഅ്തദലാത്തിൽ മുഹയ്യഅത്തിൽ ലിസ്സലാത്തി, നിസ്കാരത്തിന് വേണ്ടി മാത്രം തയ്യാർ ചെയ്യപ്പെട്ട ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്. അവിടെ നിസ്കരിച്ചത് കൊണ്ട്, സുജൂദ് ചെയ്തത് കൊണ്ട് നിസ്കരിക്കുന്ന സ്ഥലം എന്ന് പറയാം, പള്ളി എന്ന് പറയാം. അതിന്മേലാണ് ബൈഹഖീം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ ചുമത്തേണ്ടത്. അപ്പൊ ഇന്ന ഹാദിഹി ലാ യസിഫുൽ ഇഅ്തികാഫു ഫീഹാ ബിഖിലാഫി മാ വഖിഫ മിന്നാ മസ്ജിദൻ. നിസ്കരിക്കുവാൻ വേണ്ടി മാത്രം തയ്യാർ ചെയ്യപ്പെട്ട ഒരു പ്രദേശം, ഒരു റൂം, അവിടെ ഇഅ്തികാഫ് ഇരുന്നാൽ ശരിയാവുകയില്ല. പള്ളിയായിട്ട് വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ, പള്ളിയായിട്ട് വഖഫ് ചെയ്താൽ ഇരിക്കാമില്ലെങ്കില്ല. അപ്പൊ ഈ ഹദീസ് കണ്ടുകൊണ്ടൊന്നും ഇഅ്തികാഫ് ഇരിക്കൽ ബിദ്അത്താന്ന് പറഞ്ഞാലും വരണ്ട. ഇതൊന്നും ഇല്ലാത്തവർക്കാണ് ഈ ബിദ്അത്തിന്റെ കാര്യം വരിക. അഖ്റജ അബൂ ദാവൂദ അൻ ഹുദൈഫ. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. എന്താണ് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്? കുല്ലു ഇബാദത്തിൻ ലം തഫ്അലുഹു സ്വഹാബത്തു ഫലാ തഫ്അലുഹാ. സ്വഹാബാക്കളൊന്നും ചെയ്യാത്ത ഏതൊരു ഇബാദത്തുണ്ടോ ആ ഇബാദത്തൊന്നും നിങ്ങൾ ചെയ്യണ്ട. അതിന്റെ വ്യാഖ്യാനമായിക്കൊണ്ട് മുഫസ്സിർ പറയുന്നു, ഷാരിഹ്, ഐ ഇല്ല ഇൻ ദല്ല അലൈഹാ ദലീലുൻ ആഖറു. സ്വഹാബാക്കൾ ചെയ്യാത്തൊരു ഇബാദത്തൊന്നും നിങ്ങൾ ചെയ്യണ്ട, അതൊക്കെ ഒഴിവാക്കണം എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ
അതിന്റെ അർത്ഥം എന്ത് വെക്കണം? സ്വഹാബാക്കൾ ചെയ്തിട്ടില്ല എങ്കിലും ഒരു ഇബാദത്ത്, ആ ഇബാദത്തിന്റെ മേലിൽ ദീനിലായിട്ട് വേറെ തെളിവ് വല്ലതും ഉണ്ടെങ്കിൽ ഒഴികെ, ആ തെളിവുണ്ടെങ്കിൽ ഒഴികെ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, തെളിവില്ലെങ്കിൽ വേണ്ട. അപ്പൊ ഇല്ല, അങ്ങനെ തെളിവുണ്ടായിട്ടും ചെയ്യാൻ പാടില്ല എന്ന് വന്നാൽ അപകടമല്ലേ? കാരണം വകം മിൻ ഇബാദാത്തിൻ സഹഹത്ത് അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൗലൻ വഫഇല വലം തുങ്കൽ അൻ അഹദിൻ മിൻഹും. നബി തങ്ങൾ തൊട്ട് എത്രയോ സഹിയായ ഇബാദത്തുകൾ വന്നിട്ടുണ്ട്, വാക്കാലും പ്രവർത്തിയാലൊക്കെ സഹിയായ ഒരുപാട് ഇബാദത്ത് വന്നിട്ടുണ്ട്. സ്വഹാബാക്കളിൽ നിന്ന് ആരെ തൊട്ടും അത്തരം ഇബാദത്ത് ഉദ്ധരിക്കപ്പെടുകയും ചെയ്തിട്ടുമില്ല. അപ്പൊ സ്വഹാബത്ത് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നല്ല. സ്വഹാബാക്കൾ അത് ചെയ്തിട്ടില്ല എങ്കിലും അത് ചെയ്യാൻ പറ്റുന്ന ദലീൽ അവിടെ ഉണ്ടെങ്കിൽ അതെടുക്കാം. അതൊന്നുമില്ലെങ്കിലാണ് പറ്റില്ല എന്ന് പറയുന്ന അർത്ഥം. അപ്പൊ വളരെ ഹദീസിൽ കാണാം, വന്നിട്ടുണ്ട്, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നിശ്ചയ നബി തങ്ങൾ പറഞ്ഞു, അമലും ഖലീലും ഫീ സുന്നത്തിൻ ഖൈറും മിൻ അമലിൻ കസീറിൻ ഫീ ബിദ്അത്തിൻ. നബി സുന്നത്തിൽ നബിയുടെ ചര്യയിൽ വന്നതായിരിക്കുന്ന ഒരു അമല്, അത് കുറഞ്ഞ അമലായിക്കോട്ടെ, അത് സുന്നത്ത് തെളിവുണ്ട്. അങ്ങനെയുള്ള കുറഞ്ഞ അമലാണ് ഗുണകരം. എന്തിൽ? ദീനിൽ തെളിവില്ലാതെ ഒരുപാട് പുതിയ അമലുണ്ടാക്കുക. ആ വിദഅത്തിലായിക്കൊണ്ട് അധികം അമൽ ചെയ്യുന്നതിനേക്കാൾ ഗുണകരം നബിയുമായുള്ള സുന്നത്തിലായി ചെയ്യുന്ന കുറഞ്ഞ അമലാകുന്നു. അപ്പൊ തെളിവുള്ള സറഹ അംഗീകരിച്ച കുറഞ്ഞ അമല് മതി. സറഹൊന്നും അംഗീകരിക്കാതെ കുറെ പുതിയ അമലുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. അപ്പൊ എങ്ങനെയായാലും ദീനു തെളിവില്ലാത്ത കാലത്തോളം ബിദ്അത്ത് തള്ളേണ്ടതാണ് എന്നർത്ഥം. വബിരിവായത്തിൽ മുസ്ലിമിൻ, മുസ്ലിം റളിയല്ലാഹു അൻഹുവിനുള്ള റിപ്പോർട്ടിൽ കാണാം, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ. വല്ല ഒരുത്തനും ഒരു അമല് ചെയ്തു, അതിന്റെ മേലിൽ എന്താണ്? നമ്മുടെ കൽപ്പനയില്ല എന്ന് പറഞ്ഞാൽ ഐ ഉഖ്മുനാ വ ഇദ്നുനാ, നമ്മുടെ അനുമതിയോ വിധിയോ അവിടെ ഇല്ല. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അമൽ വല്ല ഒരുത്തനും ചെയ്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിഖിലാഫി ഗൈരിഹി മിമ്മാ മറ, മുമ്പ് പറഞ്ഞതിൽ നിന്ന് ഈ പറഞ്ഞത് നേരെ എതിരായിട്ട്. ഇപ്പോ നമ്മൾ മുമ്പ് ഒരുപാട് കാര്യം വിശദീകരിച്ചു പോന്നല്ലോ, അതൊന്നുമല്ലാത്തതിനർത്ഥം. അപ്പൊ മുമ്പ് പറഞ്ഞതിൽ നിന്ന് ഇവിടെ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് അല്ലാത്തതിനെതിരായിട്ട്. അപ്പൊ മുമ്പ് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്താണ്? ഇതിനും വിധിയൊക്കെ ഉണ്ട്, അപ്പൊ അംഗീകരിക്കാം. ഒമിൻ സമ്മ സുറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നമ്മുടെ അനുമതിയും വിധിയൊന്നും ഇല്ലാതെ ഒരു അമൽ ഒരാൾ ചെയ്തു എന്ന് വെക്കുക, എന്നാ ചെയ്യാൻ പാടില്ലാത്ത ഒന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ സന്തോഷിപ്പിക്കപ്പെട്ടു. ബിഅഖദി ഖാലിദ് റളിയല്ലാഹു തആല അൻഹു അൽലിവാഅ ഫീ മുഅത്തത്തിൻ മഅദിമി അംദിഹു. ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് കൊടി പിടിക്കണമെന്നൊരു ആജ്ഞ നബി തങ്ങൾ കൊടുത്തിട്ടില്ല. അതില്ലാതിരിക്കെ മുഅത്തത്ത് രണാങ്കളത്തിൽ കൊടിയെ ആര് പിടിച്ചു? ഖാലിദ് റളിയല്ലാഹു അൻഹു പിടിച്ചു. നബിന്റെ കൽപ്പന ഇല്ലതാനും. നബി അംഗീകരിക്കാത്തതായിരിക്കുന്ന കൽപ്പനയില്ലാത്തൊരു കർമ്മമാണ് ആര് ചെയ്തത്? ഖാലിദ് റളിയല്ലാഹു അൻഹു ചെയ്തത്. അത് നബി തങ്ങൾക്ക് ഇഷ്ടമായിട്ടുമുണ്ട്. വ മദഹു അലാ ദാലിക, അതിന്റെ മേലിൽ ആര് മദ്ഹ് ചെയ്തു? ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനെ നബി തങ്ങൾ മദ്ഹ് ചെയ്തിട്ടുമുണ്ട്. എന്നാ കൊടി പിടിക്കാൻ നബി തങ്ങൾ കൽപ്പിച്ചിട്ടില്ല. അപ്പൊ നബി തങ്ങൾ കൽപ്പിക്കാത്തൊരു അമൽ ഇവിടെ ചെയ്തു. ഇത് ബിദ്അത്താണോ? അല്ല. കാരണം നബി തങ്ങൾക്ക് സന്തോഷമുണ്ടായിട്ടുണ്ട്, നബി തങ്ങൾ പുകഴ്ത്തുകയും ചെയ്തിട്ടുമുണ്ട്. അപ്പൊ അതിന് കുഴപ്പമില്ല. എന്താ കാരണം? മസാലിൽ ആമത്തി, അത് പൊതുവെയുള്ള ഒരു നന്മയിൽപ്പെട്ടതല്ലേ. പൊതുവെയുള്ള നന്മയിൽപ്പെട്ടൊരു കാര്യം ഖാലിദ് റളിയല്ലാഹു അൻഹു ചെയ്തു. പൊതുവെ ചെയ്യുവാനുള്ള അനുമതി നബിന്റെ ഭാഗത്തുനിന്നുണ്ട്. ആ കൂട്ടത്തിൽ ഖാലിദ് റളിയല്ലാഹു അൻഹു ചെയ്ത കാര്യം അതിൽപ്പെട്ടു. അപ്പൊ അതൊരു ഇസ്ലാമിൽ തെളിവില്ലാത്ത തള്ളപ്പെടേണ്ട ബിദ്അത്തല്ല. വഹിയ ലാ തതവഖഫു അലാ അംരിൻ ബിഹാ ബിഖുസൂസിഹ, പൊതുവെ ഒരു നന്മയുള്ള കാര്യമാണ് എങ്കിൽ അത്തരം ഒരു കാര്യം ഇന്ന കാര്യം ചെയ്യണം എന്നൊരു പ്രത്യേകമായ ഒരു കൽപ്പനയുടെ മേലിൽ അത് ആവശ്യമില്ല. അതുകൊണ്ട് നബി തങ്ങൾ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് മുഅത്തത്ത് രണാങ്കളത്തിൽ കൊടി പിടിക്കണമെന്ന് പറഞ്ഞില്ല. അത് കുഴപ്പമല്ല. ഫകദാ യുഖാലു ബി കുല്ലി തഖ്സീസിൻ ലിദലീലിൻ ആമിൻ,
ബി ദലീലിൻ ഖാസിൻ ഔ ആമിൻ, പൊതുവെയുള്ളൊരു ദലീൽ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ദലീൽ. ഇതുകൊണ്ട് ഒരു ആമായ ദലീലിനെ തഫ്സീസാക്കുകയാണെങ്കിൽ അതിലൊക്കെ ഇങ്ങനെ പറയാം. പൊതുവെ ഒരു ദലീലുണ്ട്, അത് ഇവിടേക്ക് പ്രത്യേകമാക്കാം, അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ദലീലുണ്ട്, അങ്ങനെ ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ലല്ലോ. ഈ അന്നഹീനീൻ അലി അമ്രു ഷറൈ, അങ്ങനെ വരുമ്പോൾ അവിടൊക്കെ ഷറൈന്റെ കൽപ്പനയുണ്ട്. ഈ ഖിലാഫിയിൽ വൈരി ദലീലിൽ, ദലീലില്ലാതെ ഇങ്ങനെ വരുന്ന കാര്യം എതിര് അവിടെ ഷറൈന്റെ കൽപ്പന ഉണ്ടാവില്ല. പൊതുവെ ഷറൈന്റെ ഒരു കൽപ്പന ഉണ്ടെങ്കിൽ അതിൽ ഉൾക്കൊണ്ടുന്നൊരു പ്രത്യേക കാര്യം ഉണ്ടായാലും കുഴപ്പമില്ല എന്നർത്ഥം. പിന്നെ മദഹ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാലൻ, ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ നബി തങ്ങൾ മദ്ഹ് ചെയ്തിട്ടുണ്ട്. അലാ സ്വലാത്തി റക്അത്തൈനി കുല്ലമാ തവല്ലഅ, ബിലാൽ റളിയല്ലാഹു തആല ഒന്നുണ്ടാക്കുമ്പോഴെല്ലാം ഈ 2 റക്അത്ത് നിസ്കരിക്കും. ഈ സംഗതിയെ റസൂലുള്ളാഹി പ്രശംസിക്കുകയും പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തോടുകൂടെ മാ അന്നഹു ലം യഖുദുഹുമാ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നസ്ഫൻ, വ്യക്തമായിക്കൊണ്ട് ഈ 2 റക്അത്തിനെ ഹബീബ നബി തങ്ങളിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു പിടിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. എന്നിരിക്കെ ബിലാൽ റളിയല്ലാഹു തആല ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നബി തങ്ങൾ സ്നേഹിക്കുന്നു, അതിനെ ആദരിക്കുന്നു. നബി തങ്ങൾ ബിലാൽ റളിയല്ലാഹുവിനെ പുകഴ്ത്തുകയും ചെയ്യുന്നു. നസ്സായിട്ട് റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞിട്ടുമില്ല. നബി തങ്ങളുടെ കൽപ്പനയില്ലാത്തത് കൊണ്ട് ഇത് ബിദ്അത്തായി തള്ളപ്പെടേണ്ടതാണോ? അല്ല. എന്താ കാരണം? ബൽ ഇസ്തിംബാത്തൻ മിനൽ അംരി ബി മുത്ലഖി സ്വലാത്ത്, പൊതുവെ നിസ്കരിക്കണമെന്ന് ശറഈൽ കൽപ്പനയുണ്ട്. ആ കൽപ്പന പ്രകാരം അതിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ഗവേഷണം ചെയ്ത് മനസ്സിലാക്കിയത് നിസ്കരിക്കണമെന്ന് നബി തങ്ങളുടെ കൽപ്പന വരുമ്പോൾ ഒന്നുണ്ടാക്കുമ്പോഴെല്ലാം ഈ 2 റക്അത്ത് നിസ്കരിക്കാം. അപ്പൊ ഒന്നുണ്ടാക്കുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കാൻ കൽപ്പന പൊതുവെ വന്നപ്പോ എല്ലാ ഒന്നുണ്ടാക്കുമ്പോഴെല്ലാം ഈ 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. അത് റസൂലിന് നെസ്സായി കിട്ടിയതല്ല, റസൂലുള്ളാഹിന്റെ പൊതുവെയുള്ള ആജ്ഞയിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്തുകൊണ്ട് ചെയ്തതാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ഇസ്തിംബാത്ത് ചെയ്ത് ചെയ്യുന്ന ഇബാദത്തിനെ റസൂലുള്ളാഹി അംഗീകരിച്ചു. അവിടെ ശറഈന്റെ കൽപ്പനയുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ അനിയത്തിന് കാണാൻ പോകുമ്പോൾ റദ്ദുന്ന, ദീനിൽ തെളിവില്ലാത്ത, വിധിയില്ലാത്ത, കൽപ്പനയില്ലാതെ തള്ളപ്പെടേണ്ടതാണെന്നല്ലേ. റദ്ദുമില്ല മസ്തറാണ്. ഐ മർദൂദുൻ അലൈ, അതാരാണോ നിർമ്മിച്ചതെങ്കിൽ അയാളെ മേൽ റദ്ദ് ചെയ്യപ്പെടുന്നതാണ്. അത് ചെയ്ത ആളെ മേൽ. വഇല്ലം യകുൻ ഹുവൽ മുഹദിസ ലഹു, ആ ഒരു കാര്യത്തെ അയാൾ പുതുതായി ഉണ്ടാക്കിയ ആളല്ല അയാളെ കാര്യം ചെയ്യുന്നുണ്ട്, അയാളല്ല അതിന്റെ നിർമ്മാതാവ്. എന്നിരുന്നാലും ഫസ്തുഫീദ മിൻഹാ സിയാദത്തൻ അലാ മാ മറ, മുമ്പ് പറഞ്ഞതിനേക്കാൾ ഈ പറഞ്ഞതിൽ നിന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കപ്പെടുന്നുണ്ട്. അതാ വയ്യാദ് അർറദ്ദു ലിമാ ഖദ് യഹ്തജ്ജു ബിഹി ബഅദുൽ മുബ്തദിഅത്തി, ബിദ്അത്തിന്റെ ആൾക്കാരിൽ ചില ആളുകൾ എന്താണെന്നറിയാമോ, തെളിവായി പിടിക്കുന്നൊരു കാര്യമുണ്ട്. ആ ഒരു കാര്യത്തെ റദ്ദ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെയുള്ള സിയാദത്ത്. അതെന്തിനാലാണ്? മിൻ അന്നകുലം യഖ്തരിഅ, ഓൻ പറയും ഞാൻ ഉണ്ടാക്കിയതല്ല ഇത്, ഞാൻ ഉണ്ടാക്കിയതല്ല, അത് വേറെ ഒരാൾ ഉണ്ടാക്കി, അത് കണ്ട് ഞാൻ ചെയ്തു എന്ന് പറയാം. ഇങ്ങനെ തെളിവായി വരുന്ന ഏതെല്ലാം കാര്യമുണ്ടോ അതൊക്കെ റദ്ദ് ചെയ്യുക എന്നുള്ളതും ഈ പറയുന്ന റദ്ദിലുണ്ട്. വഇന്നമൽ മുഖ്തരി ആ മുഖ്തരിയും അത് സബഖഹു, ഈ ഒരു പുതിയൊരു കാര്യം ഉണ്ടാക്കിയാൽ ഇയാൾക്ക് മുമ്പ് പോയ ഒരാളാണ്, ഇയാളതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്നിരുന്നാലും അത് ഇയാൾ ചെയ്യുന്നുമുണ്ട്. അപ്പൊ ഇയാളുടെ ഈ തെളിവ് പിടിക്കൽ തന്നെ റദ്ദ് ചെയ്യപ്പെടേണ്ടതാണ്. വയഹ്തജ്ജു ബിറിവായത്തിൽ ഊല, ആദ്യത്തെ റിവായത്ത് കൊണ്ട് ഇയാൾ എന്താക്കും? തെളിവാക്കുകയും ചെയ്യും. അങ്ങനെ തെളിവാക്കുന്ന കാര്യത്തെയും റദ്ദ് ചെയ്യലുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഫയുറദ്ദു അലൈഹി ബിഹാദിഹി സ്വരീഹത്തി ഫി റദ്ദിൽ മുഹ്ദസാത്തി അൽ മുഖാലിഫത്തി ലിശ്ശരീഅത്തി ബിത്വരീഖത്തി അല്ലത്തി ഖദ്ദംനാഹാ, നമ്മൾ മുമ്പ് പറഞ്ഞതായിരിക്കുന്ന റൂട്ട് പ്രകാരം ശരീഅത്തിനോട് എതിരായി വന്ന ഏതെല്ലാം പുതിയ കാര്യങ്ങളുണ്ടോ അത്തരം പുതിയ ഒരു കാര്യങ്ങൾ റദ്ദ് ചെയ്യുന്ന കാര്യത്തിൽ ഇത്തരം വ്യക്തമായ കാര്യങ്ങളെ കൊണ്ട് അവന്റെ മേൽ റദ്ദ് ചെയ്യപ്പെടും. സവാഉൻ ആദസഹൽ ഫാഇലു ഔ സുബിക ബിഇദാദിഹാ, ഈ ബിദ്അത്തുകളെ കർമ്മം ചെയ്യുന്ന ആൾ പുതുതായി അയാൾ ഉണ്ടാക്കിയതാവട്ടെ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇയാൾക്ക് മുമ്പുള്ള ആരോ ഉണ്ടാക്കിയതായിക്കോട്ടെ, എന്തായാലും വേണ്ടില്ല, അവരൊക്കെ ഇത് റദ്ദ് ചെയ്യേണ്ടതാണ്. തെളിവാക്കുന്നവരെയും അത് പ്രവർത്തിക്കുന്നവരെയും
നിർമ്മിച്ചുണ്ടാക്കുന്നവരൊക്കെ റദ്ദ് ചെയ്യാമെന്ന് റദ്ദിന്റെ നിലയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വഫിൽ ഹദീസിൽ നമ്മളിവിടെ ചർച്ച ചെയ്ത ഈ ഹദീസിലുണ്ട് ദലാലത്തുൽ ഖായിദത്തിൽ ഉസൂലിയ, ഒരുപാട് ഉസൂലിയായിരിക്കുന്ന നിയമങ്ങൾക്കുള്ളൊരു ദലീൽ ഈ ഹദീസിലുണ്ട്. അന്ന മുത്ലഖൻ നഹി, പൊതുവെ നിരുപാധികമായിരിക്കുന്ന ഒരു നഹി യഖ്തദി അൽ ഫസാദ, അവിടെ ഫസാദ് ഉണ്ട് എന്ന് തേടുന്നുണ്ട്. കാരണം അന്നൽ മൻഹിയ അൻഹു, ഇവിടെ മൻഹിയു അൻഹുനായ കാര്യം ഏതാണ്? മുഖ്തറഉൻ മുഹദസുൻ, പുതുതായി നിർമ്മിച്ചുണ്ടാക്കപ്പെട്ടൊരു കാര്യമാണ്. വഖദ് ഹുക്കിമ അലൈഹി, ആ പുതുതായി ഉണ്ടാക്കി നിർമ്മിക്കപ്പെട്ടൊരു കാര്യത്തിന്റെ മേൽ വിധിക്കപ്പെട്ടു. ബിർറദ്ദി അൽ മുസ്തൽസിമി ലിൽ ഫസാദി, നഹി വരുമ്പോൾ അവിടെ ഫസാദ് തേടുന്നുണ്ട്. ആ ഫസാദിനെ ലാജിമായി വരുന്ന റദ്ദുകളുണ്ട്. അപ്പൊ റദ്ദ് ചെയ്യുന്നതിന് ആ റദ്ദ് കൊണ്ട് ഇവിടെ വിധിക്കപ്പെടുകയും ചെയ്തു എന്നാണ്. പിന്നെ അന്നൽ ഖവാഇദൽ കുല്ലിയത ലാ തസ്ബുതു ബി ഖബറിൽ ആഹാദ്, പൊതുവെ ഒരു കായികയുണ്ട്, മൊത്തത്തിൽ വ്യാപകമായി നിൽക്കുന്ന ഒരു കായിക. അങ്ങനെയുള്ള എല്ലാ കായികകളും അഹാദിന്റെ ഹദീസ് കൊണ്ട് ഫർദുകൾ തനിച്ചെന്ന് റിപ്പോർട്ട് ചെയ്യുക. ആഹാദ് ഖബറുവായത്, ആ ഖബറുവായത് കൊണ്ട് സ്ഥിരപ്പെടുകയില്ല എന്നൊരു വാദമുണ്ട്. ആ വാദം ബാത്തിലുല്ലാഹി അവ്വൽ അലൈഹി, അത് അംഗീകരിക്കപ്പെടാൻ പറ്റാത്ത നിരർത്ഥകമായിരിക്കുന്നൊരു വാദമാണ്, ശരിയല്ല, അത് തള്ളി. ഒബിഹി അയതൻ, ഈ ഹദീസിന് വീണ്ടും പറയാം ദലാലത്തുൻ അറിയിക്കലുണ്ട് അല അദിമി ഇൻഇഖാദിൽ ഉഖൂദി അൽ മംനൂഅത്തി, ഇസ്ലാം തടയപ്പെട്ടതായിരിക്കുന്ന ഇടപാടുകൾ നടത്തിയാൽ അതെന്താവുകയില്ല, ഇസ്ലാം അംഗീകരിക്കുന്ന രീതിയിലുള്ള ഇടപാടാവുകയില്ല എന്നതിന്റെ മേലും ഈ ഹദീസിൽ അറിയിക്കലുണ്ട്. പിന്നെ അത്തരമൊരു ഇടപാടിന്റെ മേലിൽ ആ ഇടപാടുകളുടെ ഫലം ഈ പറയുന്ന ഇടപാടുകളുടെ മേലിൽ എന്താവുകയില്ല, തെർത്തുബായിട്ട് വരികയുമില്ല എന്നതിന്റെ മേലും അറിയിക്കുന്നുണ്ട്. അപ്പൊ ഇടപാട് ശരിയല്ല, അതിനാൽ വരുന്ന ഫലങ്ങളും ക്രമീകൃതമല്ല എന്ന് അറിയിക്കുന്നുണ്ട്. ഇങ്ങനെ നാലാമത്തെ ഹദീസിനെ പറ്റിയുള്ള ചർച്ചകൾ. മൊത്തത്തിൽ ഇസ്ലാം അംഗീകരിക്കാത്ത, യാതൊരു തെളിവുമില്ലാത്ത ഏതൊരു കാര്യം ആര് കൊണ്ടുവന്നാലും അത് തള്ളപ്പെടേണ്ടതാണ്. എന്നാൽ റസൂലുള്ളയോ സഹാബത്തോ അത് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് തള്ളപ്പെടേണ്ട ബിദ്അത്താവൂല. കാരണം പൊതുവെ ഒരു അംഗീകാരം അതിലുണ്ട്. ഉദാഹരണമായി പറയുക, വീട് വേണം താമസിക്കാൻ, അത് ഇന്ന വീട് എന്ന് പറഞ്ഞിട്ടില്ല. ആ വീടിൽ ചില ആൾക്കാർ അമ്പരചുംബികളായ കൊട്ടാരം ഉണ്ടാക്കുന്നുണ്ടാവും, അതുകൊണ്ട് ആ വീട് തെറ്റാന്ന് പറയാൻ പറ്റുമോ? പള്ളി ഉണ്ടാക്കണമെന്ന് ആജ്ഞയുണ്ട്, പള്ളിയെ മോടി പിടിപ്പിക്കൽ കറാഹത്തുണ്ട്. പക്ഷെ ആ മോടി പിടിപ്പിച്ചതുകൊണ്ട് പള്ളി അല്ലാതെ ആവുമോ? ഇങ്ങനെ തെളിവില്ല എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റുന്ന തെളിവ് അതിലുണ്ട്. അപ്പൊ പൊതു കായികയിൽ അംഗീകരിച്ച് വരാൻ പറ്റുന്ന ചില പ്രത്യേക കാര്യമുണ്ടാകും. പ്രത്യേകമായിട്ട് അതിന് അനുമതി ഇല്ല എങ്കിലും പൊതുവെ അനുമതി അതിലുണ്ടാവും. ഇങ്ങനെ അനുമതി ഒന്നുമില്ലാത്ത വിധത്തിലുള്ള ഏതെല്ലാം വിദ്യാർത്ഥിയുണ്ടതൊക്കെ തള്ളപ്പെടേണ്ടതാണ്. അപ്പൊ വിദ്യാർത്ഥിൻ നസനത്ത്, വിദ്യാർത്ഥിൻ മുങ്കറത്ത്, തള്ളപ്പെടേണ്ട വിദ്യാർത്ഥി മുങ്കറത്താണ്, അംഗീകരിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥി അസനത്തുമാണ്, കുഴപ്പമില്ല എന്ന് ഈ നാലാമത്തെ ഹദീസ് കൊണ്ട് മനസ്സിലായല്ലോ. ഇനി അഞ്ചാമത്തെ ഹദീസ് ഉണ്ട്. അഞ്ചാമത്തെ ഹദീസിന്റെ ചർച്ചാ വിഷയം എന്ത്, അതിലെ പ്രതിപാദ്യ വിഷയം ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സിൽ കേൾക്കാം.